അസ്സലാമു അലൈക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ പവിത്രതയും പൗരുഷയുമുള്ള പള്ളികളിൽ രണ്ടാം സ്ഥാനത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയായ മസ്ജിദ് നബവി. പരിശുദ്ധ മസ്ജിദ് നബവിയിൽ എത്തുന്നവർ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ: ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന ഹുജ്റത്തു ഷരീഫ്. രണ്ട്, റൗള ഷരീഫ്. ഭൂമിയിലെ സ്വർഗമെന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ പൂന്തോപ്പുകൾപ്പെട്ട ഒരു പൂന്തോപ്പാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റൗളയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. റൗളയിൽ നിസ്കരിക്കാൻ പോകാൻ അപ്പോയിൻമെൻ്റ് വേണം. നിലവിൽ വർഷത്തിൽ ഒരു തവണയാണ് ഒരാൾക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയാൻ പോകാൻ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ മദീനയിൽ നിന്ന് തിരികെ പോവുകയാണ്. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി പോകുന്ന ഗേറ്റാണിത്. ഇതാണ് ബാബുസ്സലാം. ബാബുസ്സലാമിലൂടെ വേണം നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി. ഈ കാണുന്നതാണ് ബാബുസ്സലാം. ബാബുസ്സലാം എന്നുള്ള ഗേറ്റ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ഗേറ്റിന് മുകളിലുള്ള മിനാരം പച്ച നിറത്തിലുള്ളതാണ്. മറ്റ് മിനാരങ്ങളെല്ലാം പച്ച നിറത്തിലല്ല, കുബ്ബയല്ല, മിനാരം. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ബാബുസ്സലാം. ഇവിടുന്ന് അകത്തോട്ട് കയറുമ്പം ഇടത് സൈഡിൽ കാണുന്ന ഈ സ്ഥലമാണ് അഹ്ലുസുഫ. ആദ്യകാലത്ത് ദറസ് നടത്തിയിരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ആദ്യകാലത്ത് ദറസിന് വേണ്ടി ടെൻ്റ് അടിച്ചിരുന്ന സ്ഥലം. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തൂണുകളും ഭിത്തിയിലുമെല്ലാം ആവർത്തിച്ച് എഴുതി വെച്ചിട്ടുണ്ട്: മുഹമ്മദ് റസൂലുള്ളാഹി സാദിഖുൽ വഅദുൽ അമീൻ. അതെ, മുഹമ്മദ് റസൂലുള്ള സത്യസന്ധരിൽ സത്യസന്ധനാണ് എന്ന് ആവർത്തിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് തവണ ഇവിടെ എല്ലാം വരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ വരുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ഒരേ അനുഭൂതി തന്നെയാണ്. ഈ കാണുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെഹ്റാബ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത സ്ഥലം ഇതാണ്. അവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറും ഉള്ളത്. ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത് മിഹ്റാബാണ് അവിടെ. ഇതിന് ശേഷമുള്ളതാണ് മിമ്പർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി സഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ കയറി നിന്ന സ്ഥലം മിമ്പർ. ആദ്യകാലത്ത് റസൂലുള്ളാഹി ഉപയോഗിച്ചിരുന്ന മിമ്പറിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും മിമ്പർ ഉള്ളത്. റസൂലുള്ളാഹിൻ്റെ വീട്, അതായത് ആയിഷ ബീബിയുടെ വീടിനും ഈ മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. അതായത് ആയിഷ ബീബിയുടെ വീടും റസൂലുള്ളാഹിയുടെ ഖബറും ഉൾപ്പെടുന്ന ഹുജ്റത്ത് ഷരീഫും ഈ മിമ്പറിൻ്റെ ഇടയിലുള്ള ചുരുങ്ങിയ സ്ഥലമാണ് റൗള ഷരീഫ്. അൽഹംദുലില്ലാ, എൻ്റെ റൗള പ്രവേശനം കഴിഞ്ഞു. എനിക്ക് രാവിലെ 2:30 കഴിഞ്ഞപ്പോഴാണ് റൗളയിലേക്കുള്ള പെർമിറ്റ് കിട്ടിയത്. അൽഹംദുലില്ലാ, ഞാൻ റൗളയിൽ കയറി, റൗളയിൽ നിസ്കരിച്ച്. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് റൗളയിൽ കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇങ്ങനെ തിരക്കായിരിക്കും. അത് കഴിഞ്ഞൊക്കെയാണ് ഞാൻ പിന്നെയും പല പ്രാവശ്യം റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടി വന്നു. ഇവിടെ പെർമിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് തവണ വന്ന് മദീനയിൽ നിന്ന് തിരികെ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടി വന്നതാണ്. അൽഹംദുലില്ലാ, ഇപ്രാവശ്യം റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ വന്നപ്പം മദീനത്ത് വെച്ച് എൻ്റെ സഹോദരിയും അളിയനെയൊക്കെ കാണാൻ പറ്റി. അൽഹംദുലില്ലാ, റബ്ബിന് മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ആയിട്ട് മക്കത്തും മദീനത്തും എല്ലാം വരാൻ തൗഫീക്ക് നൽകട്ടെ. ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും റബ്ബ് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആൾക്കാർ പണവും ആരോഗ്യമെല്ലാം ഉണ്ടിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് സാധുക്കൾ ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. റബ്ബ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കട്ടെ. ആ കാണുന്ന ഒരു പച്ച ഗ്രില്ല് കണ്ടോ? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹയുടെയൊക്കെ ഖബർ ഉൾപ്പെടുന്ന ആയിഷ ബീവിയുടെ വീട്, അതായത് ഹുജ്റത്തു ഷരീഫ്. അതിനും റസൂലുള്ളാഹിയുടെ മിമ്പറിൻ്റെ ഇടയിലുള്ള കുറച്ച് സ്ഥലമുണ്ട്. അവിടാണ്, റൗളയിലാണ് കുറേ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടില്ലേ? അവർ നിസ്കരിച്ചിട്ട് ശേഷം അവിടെ ഇരിക്കുന്നവരും നിസ്കരിക്കുന്നവരും ഒക്കെയാണ്. അവർ പെർമിറ്റ് എടുത്തേക്ക് വന്നേക്കുന്ന ആൾക്കാരാണ്. ഈ എന്നെപ്പോലെ നടന്നു പോകുന്ന ആൾക്കാർ അല്ലാതെ റസൂലുള്ളാഹിക്ക് സലാം പറയാൻ പോകുന്ന ആൾക്കാരാണ്. അവർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. ഈ അകത്ത് നിസ്കരിക്കുന്ന ആ കുറച്ച് സ്ഥലമാണ് റൗള ഷരീഫ്. അവിടെ നിസ്കരിക്കണമെങ്കിൽ പെർമിറ്റ് വേണം. നിലവിൽ വർഷത്തിൽ ഒരു തവണയാണ് ഒരാൾക്ക് പെർമിറ്റ് ലഭിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം കാണുന്ന ഈ ഗ്രില്ലിൻ്റെ അകത്താണ് റസൂലുള്ളാഹിയുടെ ഖബർ. റസൂലുള്ളാഹിയുടെയും ആദ്യ ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഖബറുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് തന്നെയല്ല, ഒരു 300-200 വർഷങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ആൾക്കാർക്ക്, സാധാരണക്കാർക്കോ അല്ലെ ഭരണാധികാരികൾക്കോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ അകത്ത് ജോലി ചെയ്യാൻ മെയിൻ്റനൻസിൻ്റെ ആവശ്യങ്ങൾക്ക് പോയ ആൾക്കാർക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം അതുപോലെ പല ഭിത്തികൾക്കുള്ളിലായിട്ടാണ് റസൂലുള്ളാഹിൻ്റെ ഖബർ. അതായത് നിലവിൽ ജീവിച്ചിരിക്കുന്ന സാധാരണ
പ്പെട്ട ആൾക്കാരെ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് ആർക്കും ഒരു വിധത്തിലും കാണാൻ കഴിയുകയില്ലെന്ന് സാരം. ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ മുത്ത് റസൂലിൻ്റെ ചാരത്താണ്. ഒരിക്കൽ പോലും ഒരു ഫോട്ടോ പോലും ഓർത്തു വയ്ക്കാനില്ലാതെ ഇത്രയും ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ, എന്താ പറയുക, അള്ളാഹ് ആദ്യമായി സൃഷ്ടിച്ച നൂറ്, അള്ളാഹിൻ്റെ ആദ്യ പടപ്പ്, നമ്മുടെ റസൂല്, നമ്മുടെ ഹബീബ് അല്ലേ. എല്ലാ മുഅ്മിനീങ്ങളും മാതാപിതാക്കളും മക്കളും ഭാര്യ സന്താനങ്ങളും എല്ലാവരെയും കാട്ടിയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഹബീബിൻ്റെ ചാരത്ത് അസ്സലാത്തു വസ്സലാമു അലൈക്കി യാ റസൂലല്ലാ. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു പിടപ്പാണ് നെഞ്ചിൽ. അൽഹംദുലില്ലാ, ഞാൻ ആദ്യമേ റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടി വന്നപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ വന്നത്. അൽഹംദുലില്ലാ, ഞാൻ പലതവണ ഇന്ന് തന്നെ റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടി വന്നു. കാരണം ഇവിടെ സെക്യൂരിറ്റി നമ്മളെ അധിക സമയം നിർത്തത്തില്ല. എല്ലാവരും പെട്ടെന്ന് മാറ്റാൻ നമുക്ക് ആ ഒരു ഇവിടെ നിന്ന് കൊതി തീരാത്ത കൊണ്ട് പിന്നെയും വരും. അൽഹംദുലില്ലാ, ഇവിടെ 2 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ആ 2 ദിവസത്തിൽ കൊതി തീർന്നില്ല എങ്കിലും എൻ്റെ ആരോഗ്യം അനുവദിക്കുന്ന അത്രയും തവണ ഞാൻ റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, ഇവിടുന്ന് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അവിടെ പ്രത്യേക ഒരു ഗോൾഡൻ കളറിൽ ഒരു വലിയൊരു റൗണ്ടിൽ കാണുന്നില്ലേ, അതിൻ്റെ നേരെ ഉള്ളിലോട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ. ഇത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനസ്സിൽ വരുന്ന ചിന്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ രംഗവും, ആ സമയത്ത് റസൂലുള്ള വയ്യാതെ കിടക്കുന്ന സഹാബത്തൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നു. റസൂലുള്ളാഹിക്ക് പള്ളിയിലോട്ട് പോകാനും വയ്യ, അവശതയായി ഫാത്തിമ ബീവിയും ഐഷ ബീവി റളിയല്ലാഹു അൻഹ ഇവർ മാത്രം വീട്ടിലുണ്ട് റസൂലുള്ളാഹിൻ്റെ കൂടെ. അങ്ങനെ അസ്രായീൽ അലൈഹിസ്സലാം വരുന്നു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ വഫാത്ത്, സക്കറാത്തിൻ്റെ രംഗം, ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്ന സമയത്ത് എന്താ നമ്മൾ പഠിച്ചതും കേട്ടതുമായ കഥകൾ, ഈ സംഭവങ്ങളൊക്കെ നടന്ന സ്ഥലത്ത് നമ്മൾ എത്തിയേക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് തന്നെ ഇറങ്ങിയേക്കുന്നു. അള്ളാഹിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിച്ചവർ എത്രയോ ഭാഗ്യവാന്മാരല്ലേ. അൽഹംദുലില്ലാ, റബ്ബ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തായിട്ട് മുഅ്മിനായിട്ട് മുസ്ലിമായിട്ട് ജന്മം നൽകിയത് അൽഹംദുലില്ലാ, റബ്ബിന് ശുക്ർ നൽകുന്നു. ഇവിടെ നമ്മൾ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ് ഇറങ്ങുന്നത് ഇതാണ് ബാബുൽ ബഖീ. ഇവിടുന്ന് നമ്മൾ ഇപ്പം തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന ഗേറ്റ് കാണാം. ഇവിടുന്ന് നേരെ നോക്കി കാണുന്നതാണ് നമ്മളിപ്പം വന്നേക്കുന്ന ബാബ്. ഇതാണ് ബാബുൽ ബഖീ. റസൂലുള്ളാഹിൻ്റെ ഈ പച്ച കുബ്ബയാണ് മുകളിലുള്ളത്. അതായത് ആയിഷ ബീവിൻ്റെ ആ വീടിൻ്റെ മുകളിലാണ് പച്ച കുബ്ബയുള്ളത്. ഇവിടുന്ന് ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെ ഈ പരിസരത്ത് തന്നെയായിരുന്നു സഹാബത്തിൻ്റെയും റസൂലുള്ളാഹിൻ്റെ മറ്റ് ഭാര്യമാരുടെയൊക്കെ വീടുകളുള്ളത്. ഇവിടെ നേരെ ഈ കാണുന്നതാണ്, ദൂരെയാണ്, ഇപ്പം വ്യക്തമായി കാണത്തില്ല, അതാണ് ജന്നത്തുൽ ബഖീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെമ്മക്കളും സഹാബത്തും റസൂലുള്ളാഹിൻ്റെ കൊച്ചുമക്കളുമൊക്കെയായിട്ടുള്ള എല്ലാ സഹാബത്തും പിന്നീട് ഇപ്പോഴും മരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും മദീനത്ത് വെച്ച് മരിക്കുന്ന ആൾക്കാരെയൊക്കെ അടക്കം ചെയ്യുന്ന ജന്നത്തുൽ ബഖീ. അൽഹംദുലില്ലാ, ഈ കാണുന്നതാണ് നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലുമൊക്കെ കാണുന്ന പച്ചക്കുബ്ബ. ഈ പച്ചക്കുബ്ബേൻ്റെ ചാരത്ത് അൽഹംദുലില്ലാ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം സമാധാനമൊക്കെയാണ് മനസ്സിൽ. അൽഹംദുലില്ലാ, റബ്ബിനോട് ദുആ ചെയ്യാൻ, റബ്ബേ ഇത് അവസാനത്തെ യാത്രയായിരിക്കല്ലേ മദീനയിലോട്ടുള്ള, ഇനിയും വരണേ, പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ആയിട്ട് ഇനിയും അള്ളാഹിൻ്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ വരാൻ തൗഫീക്ക് നൽകണേ എന്ന ദുആ വസിയത്തോടെ നിർത്തുന്നു. അൽഹംദുലില്ലാ, അസ്സലാമു അലൈക്കും.